അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിന് പഠിച്ച വിഷയങ്ങളൊക്കെ ഒന്നും കൂടെ പറഞ്ഞു അല്ലേ? അതുപോലെ സുലാസി, റുബായി, മസീദ്, മുജറദൊക്കെ നമ്മളൊന്നും കൂടെ പറഞ്ഞു. അതിന് ഒരു ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. നിങ്ങളപ്പോൾ കുറേ ആളുകളൊക്കെ ചാർട്ട് ഉണ്ടാക്കിയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് പറയാനുള്ളത് ഈ ഫിഅലുകളൊക്കെ, അഥവാ സുലാസിയായാലും റുബായി ആയിട്ടുള്ള ഫിഅലുകളും എല്ലാ ഫിഅലുകളും ഒരുപക്ഷെ അത് മാളിയായിട്ടുള്ള ഫിഅലുകളാവാം, അതല്ലെങ്കിൽ അത് മുലാരിയായിട്ടുള്ള ഫിഅലുകളാവാം. മാലി ആയാൽ തന്നെ എന്താണ് മാലി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന പ്രവൃത്തി നടന്നു എന്നുള്ളതാണ് മാലിയുടെ അർത്ഥം വരിക. മുലാരിൻ്റേതായാൽ ഇനി വരാവുന്ന കാലത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു സംഗതി സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിൻ്റെ അർത്ഥം വരിക. മാലി ആയാലും മുലാരി ആയാലും അത് ഫാഇലിൻ്റെ അർത്ഥത്തിൽ വന്നാൽ, അഥവാ ഒരു ചെയ്ത ആളെ നിർണയിച്ചു വന്നാൽ അതിന് മഅറൂഫായിട്ടുള്ള ഫിഅലുകൾ എന്ന് പറയും. ഓക്കെ, ലൊറബ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് അടിച്ചത് എന്ന് പറയണം. ലൊറബ സെയ്ദുൻ, സെയ്ദ് അടിച്ചു എന്ന് നമുക്ക് പറയണം. അപ്പോൾ ഇവിടെ സെയ്ദ് എന്നുള്ളത് അവിടെ ഫായിലാണ്. ആ ഫായിലിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് മഅറൂഫായിട്ടുള്ള ഫിഅലുകൾ എന്ന് പറഞ്ഞാൽ. അത്തരം ഫിഅലുകളാണ് മഅറൂഫായിട്ടുള്ള ഫിഅലുകൾ, അഥവാ ഫായിലിനെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ലൊറബ സെയ്ദുൻ, സെയ്ദ് അടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഇനി ചില ഫിഅലുകൾ നിങ്ങൾക്ക് കാണാം. ഉദാഹരണം പറയുമ്പോൾ ലൊരിബ അംറുൻ, അംർ അടിക്കപ്പെട്ടു. അപ്പോൾ അംറിന് അടി കൊണ്ടിട്ടുണ്ട്, അടിച്ച വ്യക്തി ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ലൊരിബ എന്നാണ് പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. അടിക്കപ്പെട്ടു, അംറുൻ, അംർ അടിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവിടെ മഫ്ഊലിനെ പറഞ്ഞിട്ടുണ്ട്, അഥവാ അംറിനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരാണ് അടിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അത്തരം ഫിഅലുകളെയാണ് മജ്ഹൂലായിട്ടുള്ള ഫിഅല് എന്ന് പറയാം. ഈ മജ്ഹൂലായ ഫിഅലിന് ഒരു പേരുണ്ട്. എന്താ? അൽ മബ്നിയു ലിൽ മഫ്ഊലി എന്നാണ് പറയാം. മഫ്ഊലിന് വേണ്ടിയിട്ട് എടുക്കപ്പെട്ട ഫിഅല് എന്നർത്ഥം. അഥവാ അതിൽ മഫ്ഊല് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ളുരിബ അംറുൻ എന്ന് പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അംറ് അടിക്കപ്പെട്ടു. അപ്പോൾ മഫ്ഊല് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മബ്നിയുൽ മഫ്ഊലായിട്ടുള്ള ഫിഅല് എന്ന് അതിന് പറയും. അതുപോലെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ലൊറബ സെയ്ദുൻ എന്ന് പറഞ്ഞു. അത് ഫാഇലിനെ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് അൽ മബ്നിയു ലിൽ ഫാഇലി എന്നും പറയും. ഫാഇലിന് വേണ്ടിയിട്ട് എടുക്കപ്പെട്ട ഫിഅല് എന്നും പറയും. ഓക്കെ, അപ്പോൾ രണ്ട് തരം ഫിഅലുകളെ രൂപങ്ങൾ നിങ്ങൾ പഠിച്ചു. മാലി, മുലാരിയ അല്ലേ? അതിൽ നിന്ന് മാലി തന്നെ രണ്ട് രൂപമാവും. ഒന്ന് മഅറൂഫ്, രണ്ടാമത്തത് മജ്ഹൂല്. അതുപോലെ മുലാരിയും മഅറൂഫും മജ്ഹൂലുമാവും. ഓക്കെ, ഇന്ന് നമുക്ക് മാലിയുടെ മഅറൂഫ്, മജ്ഹൂല് എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഫസുലുൻ ഫി അംസിലത്തി തസ്രീഫി ഹാദിഹിൽ അഫ്ആലി. മേലെ പറഞ്ഞിട്ടുള്ള ഫിഅലുകൾ, ഒരുപാട് ഫിഅലുകൾ പറഞ്ഞു. ആ ഫിഅലുകളൊക്കെ എങ്ങനെയാണ് സ്വറഫാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ഭാഗമാണ്.
അത് സൊറഫാക്കുമ്പോൾ ഏത് രൂപത്തിലാണ് നമ്മൾ സൊറഫാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ. അമ്മൽ മാലി, ഇനി പറയുന്നത് മാലിയായിട്ടുള്ള ഫിഅലിൻ്റെ തഅരീഫാണ്. അമ്മൽ മാലി, മാലിയായിട്ടുള്ള ഫിഅൽ, ഫഹുവ, മാലിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഫിഅലുല്ലദി ദല്ല അല മഅന, അൽ ഫിഅലു ഒരു ഫിഅലാണ്, ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രവർത്തനമാണ്. അല്ലതി എങ്ങനത്തെ പ്രവർത്തനമാണ്? ദല്ല അല മഅനൻ, ഒരു മഅനയുടെ മേൽ, ഒരു അർത്ഥത്തിൻ്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. എങ്ങനത്തെ അർത്ഥം? വുജിദ, ആ അർത്ഥം എത്തിക്കപ്പെട്ടു, സംഭവിച്ചു, ഫി സമാനിൽ മാലി, കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ, അഥവാ ഭൂതകാലത്ത് സംഭവിച്ച ഒരു അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഅലാണ് മാലിയായിട്ടുള്ള ഫിഅൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ മാലിയായ ഫിഅൽ എന്താണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മാലിയായ ഫിഅലിൻ്റെ 2 ഖിസ്മ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിലെ ഒന്നാമത്തെ ഖിസ്മാണ് ഫൽ മബിനിയു ലിൽ ഫാഇലി. നിങ്ങളുടെ കിതാബിൽ ശ്രദ്ധിക്കുക, ഫൽ മബിനിയു ലിൽ ഫാഇലി മിൻഹു, മാലിയായ ഫിഅലിൽ നിന്ന് മബിനിയുല്ലിൽ ഫാഇൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, മബിനിയുല്ലിൽ ഫാഇൽ എന്ന് പറയുമ്പോൾ മഅറൂഫായിട്ടുള്ള ഫിഅലുകളാണ്. ഓക്കെ. അത് ഉണ്ടാക്കുമ്പോൾ, അത് നിർമ്മിക്കുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക? മാകാന അവ്വലുഹു മഫ്തൂഹൻ അബദ, മാകാന അവ്വലുഹു, ആ ഫിഅലിൻ്റെ തുടക്കമാവും മഫ്തൂഹൻ, ഫതഹ് നൽകപ്പെട്ട രൂപത്തിലാവും. നിങ്ങളെ കിതാബിൽ അബദൻ എന്നുണ്ടാവും. ഓക്കെ. ഔകാന, അല്ലെങ്കിൽ ആവും, അവ്വല മുതഹർരിഖിൻ മിൻഹു, അതല്ലെങ്കിൽ ഔകാന അവ്വല മുതഹർരിഖിൻ മിൻഹു, ആ ഫിഅലിൽ നിന്നുള്ള ആദ്യത്തെ ഹർക്കത്തുള്ള അക്ഷരമാവും എന്താവും? മഫ്തൂഹൻ, അത് ഫതഹ് നൽകപ്പെട്ട രൂപത്തിലാവും അതിൻ്റെ ആദ്യ ഹർക്കത്ത് വരിക. അപ്പോൾ അതിനുള്ള ഉദാഹരണം നമുക്ക് പറയാം. മിസാലുഹു, അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ നസറ എന്നുള്ള ഫിഅൽ എടുക്കുക. അത് സാദാമതിരി അതിൻ്റെ തുടക്കത്തിൽ ഫതഹാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ. അപ്പോൾ നസറ, നസറ, നസറു, നസറത്ത്, നസറത്ത, നസർന, നസർത്ത, നസർത്തുമ, നസർത്തും, നസർത്തി, നസർത്തുമ, നസർത്തുന്ന, നസർത്തു, നസർന. അത് നസറ എന്നുള്ള ഫിഅലിൻ്റെ സൊറഫാക്കിയ രൂപമാണ്, മാലിയാണ്. അതുപോലെ മബിനിയുൽ ഫാഇലാണ്, അഥവാ മഅറൂഫായിട്ടുള്ള ഫിഅലാണ്, രൂപമാണ്. വഖിസ് അലാ ഹാദ, ഇപ്രകാരം തന്നെ ഖിയാസ് ചെയ്യുക, ഇപ്രകാരം തന്നെ സൊറഫാക്കുക. എന്തിനൊക്കെ? അഫ്അല, വഫഅല, വഫഅല, വഫഅലല, വതഫഅലല, വതഫഅല, വൻഫഅല, വഫ്തഅല, അങ്ങനെ ഒരുപാട് ഫിഅലുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന് മുമ്പ് നമുക്ക് മബനിയുൽ ഫാഇൽ 2 രൂപത്തിലാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫൽ മബനിയുൽ ഫാഇലി മിൻഹു, മാലിയായ ഫിഅലിൽ നിന്ന് മബനിയുൽ ഫാഇൽ ഉണ്ടാക്കുമ്പോൾ മാകാന അവ്വലുഹു മഫ്തൂഹൻ, അതിൻ്റെ തുടക്കം, ആ ഫിഅലിൻ്റെ തുടക്കം തന്നെ മഫ്തൂഹാവും. നിങ്ങളെ കിതാബിൽ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഉദാഹരണം കൊടുത്തിട്ടുള്ളത് നസറ. നസറ എന്നുള്ള ഫിഅൽ അത് തുടക്കത്തിലെ ഫതഹാണല്ലോ. ഓക്കെ. അപ്പോൾ അത് പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ രൂപം ഔകാന അവ്വലു മുതഹർരിക്കിൻ മിൻഹു, ആ ഫിഅലിൽ നിന്ന് ആദ്യമുള്ള ഹർക്കത്ത് അതെന്താണ്? മഫ്തൂഹൻ, അത് മഫ്തൂഹാണ്. ഓക്കെ. അങ്ങനെ പറയുമ്പോൾ അതിനുള്ള ഉദാഹരണം ഇഫ്തഅല എന്നെടുക്കുക. ഇഫ്തഅല എന്നുള്ളത് അത് മാലിയായിട്ടുള്ള ഫിഅലാണ്. മാലിയായിട്ടുള്ള ഫിഅലാണ് ഇഫ്തഅല എന്നുള്ളത്. അതിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുള്ള അക്ഷരം ഏതാണ്? ഹംസയാണ് അല്ലേ? ആ ഹംസ നമ്മൾ ആ ഫിഅൽ ഉച്ചരിക്കുമ്പോൾ മാത്രമേ ഉച്ചരിക്കുള്ളൂ.
അതുപോലെ വേറെ വാവിനോടോ ഫാഇനോടോ ചേർത്തി വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഹംസ പൂർണ്ണമായിട്ട് ഉച്ചരിക്കൂല, അതിനെ ചെറുതായിട്ടേ ഉച്ചരിക്കുള്ളൂ. ഫഫ്തഅല എന്നാണ് പറയുക. ഓക്കെ. ഇതാണ് നമ്മുടെ ഉദാഹരണം ഇഫ്തഅല എന്നുള്ളത്. അതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംസയുണ്ട്. ഇഫ് തഅല അങ്ങനെയാണ് വായിക്കുക. ആ തുടക്കത്തിലുള്ള ഹംസ അത് നമ്മൾ കൂട്ടി വായിക്കുന്ന അവസരത്തിൽ ഉച്ചരിക്കൂല. ഉദാഹരണമായിട്ട് പറയുമ്പോൾ തുടക്കത്തിലൊരു വാവ് വന്നു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹർക്കത്തുകൾ അക്ഷരങ്ങൾ ഫാ വന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഉച്ചരിക്കാം? വഫ്തഅല എന്നാണ് വായിക്കുക. അതല്ലാതെ ഇഫ്തഅല എന്ന് വായിക്കൂല. ഓക്കെ. വസ്ലിൻ്റെ ഹംസ, ഖത്ഇൻ്റെ ഹംസ എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനെ വായിക്കുന്നത്, ആ ഹംസയെ ചേർത്തി വായിക്കുന്ന അവസരങ്ങളിൽ ഉച്ചരിക്കൂല. എന്നാൽ അത് ചേർത്തി വായിക്കാത്ത അവസരങ്ങളിൽ ഉച്ചരിക്കുകയും വേണം. ഉദാഹരണമായിട്ട് നമ്മൾ ഇഫ്തഅല എന്ന് പറയുമ്പോൾ അത് ഉച്ചരിക്കണം. ഓക്കെ. ഇനി വഫ്തഅല എന്ന് പറയുമ്പോൾ ആ വാവിനെയാണ് ഉച്ചരിക്കേണ്ടത്, അതല്ലാതെ ആ ഹംസയെ നമ്മൾ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. വഫ്തഅല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അതാണ് ആ ഹംസയുടെ പ്രത്യേകത. അപ്പോൾ ആ ഹംസ പരിഗണിക്കൂല. അതിന് ശേഷം സുക്കൂനായിട്ടുള്ള ഒരു ഹർഫാണ്. ഫാഇന് സുക്കൂനാണല്ലോ. എന്നാൽ അതിന് ശേഷം താ ആണ് വന്നിട്ടുള്ളത്. അതും മുതഹരിക്കായിട്ടുള്ളതാണ്. ഒരു ഹർക്കത്തുണ്ട് താഇന്. ആ ഹർക്കത്ത് ഏതാണ്? ഫതഹാൻ. അതാണ് നമ്മൾ പറഞ്ഞത്. അതല്ലെങ്കിൽ ആ ഫിഅലിൻ്റെ ഫസ്റ്റത്തെ ഹർക്കത്ത്, ഇവിടുത്തെ ഫസ്റ്റത്തെ ഹർക്കത്ത് ഏതാണ്? ഫതഹ തന്നെയാണല്ലോ. സുക്കൂനെ ഒരു ഹർക്കത്തായിട്ട് കൂട്ടൂല. ഓക്കെ. ഫതഹ്, കസ്ർ, ലൊമ്മ് എന്നീ 3 കാര്യങ്ങളാണ്, 3 ചിഹ്നങ്ങളാണ് പിന്നെ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം. സുക്കൂന് ഒരു ഹർക്കത്തല്ല. ഓക്കെ. അപ്പോൾ ഇഫ്തഹല എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള അക്ഷരം ഫതഹായിട്ടാണ് വന്നിട്ടുള്ളത്. അത് താ ആണ്. ഓക്കെ. ക്ലിയർ അല്ലേ? ആ ഉദാഹരണം ഒന്ന് നോക്കുക. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു വഖിസ് അലാ ഹാദ, ഇതുപോലെ തന്നെയാണ് അഫ്അല, വഫഅല, വഫഅല എന്നുള്ളതൊക്കെ. ഓക്കെ. നിങ്ങളുടെ കിതാബിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ ഇത് മാളിയായിട്ടുള്ള ഫിഅലാണ്. അതിൻ്റെ മബ്നിയുൽ ഫാഇലിൻ്റെ രൂപമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫഅല, അഫ്അല ആയാലും ഫഅല ആയാലും ഫഅല ആയാലും, വഫഅല, വതഫഅല, 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 വൻഫഅല, വഫ്തഅല, വഫ്അല, വസ്തഫഅല, വഫ്അല, വഫ്ഔഅല, വഫ്അവല, വഫ്അല്ലല, വഫ്അല്ലല, വഫ്അല്ല എന്നീ തുടങ്ങിയിട്ടുള്ള പിന്നെ രൂപങ്ങൾ, ഫിഅലുകളൊക്കെ. ഓക്കെ. അപ്പോൾ അത് സുലാസി ആയാലും റുബാഇ ആയാലും, സുലാസിയിൽ തന്നെ മസീദ്, മുജറദ്, മസീദ്, റുബാഇയിൽ തന്നെ മുജറദും മസീദൊക്കെ ആയാലും ശരി, അതെന്താണ്? മാളിയായിട്ടുള്ള ഫിഅലാണ്. അതുപോലെ മബ്നിയുൽ ഫായിലാണ്, അഥവാ മഅറൂഫായിട്ടുള്ള ഫിഅലുകളാണ്. ഓക്കെ. ഇനി പറയാനുള്ളത് വല തഅ്തബിർ ഹറക്കാത്തിൽ അലിഫാത്തി. നമ്മൾ കുറേ ഫിഅലുകൾ എണ്ണിയപ്പോൾ പറഞ്ഞു വല തഅ്തബിർ, നീ പരിഗണിക്കേണ്ട ഹർക്കാത്തിൽ അലിഫാത്തി, തുടക്കത്തിൽ അലിഫ് വരുന്ന ഒരുപാട് ഫിഅലുകൾ നമ്മൾ പറഞ്ഞു. ഇഫ് അവല, ഇഫ്തഅല,
ഇഫ് അല്ല, ഇസ്തഫ് അല, ഇഫ് അല്ല, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഫേലുകൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ തുടക്കത്തിലൊക്കെ അലിഫാൻ. ആ അലിഫിനെ നീ പരിഗണിക്കേണ്ട. ഫഇന്നഹ, ആ അലിഫുകൾ സായിദത്തുൻ, അത് സായിദായിട്ടുള്ള അലിഫുകളാണ്. അതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ട. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള രൂപങ്ങളെയാണ് പരിഗണിക്കേണ്ടത്. ഫ, പിന്നെ ഐന്, പിന്നെ ബാക്കിയുള്ള ഹർഫുകളെയാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, അതൊരു ഹർക്കത്തായിട്ട് കൂട്ടുകയില്ല. തസ്ബുത്തു ഫിൽ ഇബ്തിദാഇ, നമ്മൾ പറഞ്ഞു തസ്ബുത്തു, ആ അലിഫ് ഉണ്ടാവും. ഫിൽ ഇബ്തിദാഇ, നമ്മളിങ്ങനെ തുടങ്ങി വായിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇഫ്തഅല എന്ന് വായിക്കുമ്പോൾ ആ അലിഫ് നമ്മൾ ഉച്ചരിക്കണം. നമ്മൾ പറഞ്ഞ വിഷയമാണ്. അതുപോലെ വതസ്കുത്തു ഫിദ്ദറജി, വതസ്കുത്തു, അതില്ലാതായി പോവും. ഫിദ്ദറജി, ചേർത്തി വായിക്കുന്ന അവസരത്തിൽ. അപ്പോൾ ഉദാഹരണമായി വാവ് വന്ന് നമ്മൾ ചേർത്തി വായിക്കുകയാണെങ്കിൽ വഫ്തഅല, അങ്ങനെയാണ് വായിക്കുക. അവിടെ ആ അലിഫ് പൂർണ്ണമായിട്ട് ഉച്ചരിക്കുന്നില്ല. വഫ്തഅല എന്ന് നമ്മൾ വായിക്കുക. വാവ് കഴിഞ്ഞാൽ നേരെ ഫ ആണ് ഉച്ചരിക്കുന്നത്. ശരിക്ക് ഇഫ്തഅല എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാവ് അതിൻ്റെ മുന്നേ വരുമ്പോൾ ചേർത്തി വായിക്കുന്ന അവസരത്തിൽ വഫ്തഅല എന്നാണ് വായിക്കുക. ആ ഹംസയെ അല്ലെങ്കിൽ ആ അലിഫിനെ നമ്മളെന്തായി ഒഴിവാക്കി. അതാണ് ആ അലിഫ് സായിദയാണ് എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഐറ്റം പറഞ്ഞു, മാലിയായിട്ടുള്ള ഫിഅൽ, അത് മബ്നിയുൽ ഫായിലാവും. അത് അതിൻ്റെ പ്രത്യേകതകൾ, അത് എങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വൽ മബ്നിയുൽ മഫ്ഊലി മിൻഹു, ആ ഫിഅലുകളിൽ നിന്ന് മബ്നിയുൽ മഫ്ഊൽ ഉണ്ടാക്കുമ്പോൾ, മബ്നിയുൽ മഫ്ഊൽ എന്ന് പറയുമ്പോൾ മജ്ഹൂലായ ഫിഅലുകൾ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ പറഞ്ഞല്ലോ ളുരിബ അംറുൻ എന്ന് പറഞ്ഞല്ലോ, അമ്ര അടിക്കപ്പെട്ടു, ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഫിഅലുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വഹുവ, അത് അല്ലദീ, എങ്ങനത്തെ ഫിഅലാണ്, ലം യുസമ്മ ഫാഇലുഹു, അത് അതിൻ്റെ ഫാഇലിനെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഫാഇലിനെ ഉച്ചരിച്ചിട്ടില്ല. ഇനി നിങ്ങളെ കിതാബിൽ നിങ്ങൾക്ക് കാണാം വഹുവ മാ കാന അവ്വലുഹു മദ്മൂമൻ, വഹുവ ആ ഫിഅൽ, മാ ഒന്നാണ്, കാന അവ്വലുഹു അതിൻ്റെ തുടക്കത്തിലുണ്ട് മദ്മൂമൻ, ലൊമ്മായിരിക്കും തുടക്കത്തിൽ. ഈ PDF ലുള്ളത് മാ കാന അവ്വലുഹു മദ്മൂമൻ, അതിൻ്റെ ആ ഫിഅലിൻ്റെ തുടക്കത്തിൽ ലൊമ്മായിരിക്കും. ളുരിബ എന്ന് പറഞ്ഞപ്പോൾ ലൊമ്മല്ലേ. ഓക്കെ, അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക ഫുഇല, വ ഫുഇലില, വ ഉഫ്ഇല, വ ഫുഇല, വ ഫുഇല, വ തുഫുഇല, വ തുഫുഇല, വ തുഫുഇലില, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ ഈ ഉദാഹരണങ്ങളെ ആദ്യ അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒക്കെ ആദ്യ അക്ഷരം അത് ഹർക്കത്ത് ലൊമ്മായിരിക്കും. ഓക്കെ, തു, അതുപോലെ ഫു, പിന്നെ ഉ എന്നൊക്കെയാണ് അതിൻ്റെ ഹർക്കത്തുകൾ വരുന്നത്. ഔകാന, അതല്ലെങ്കിൽ ആയി, അവ്വലു മുതഹർരിക്കി മിൻഹു, ആ ഫിഅലിൽ നിന്നുള്ള ആദ്യത്തെ ഹർക്കത്തുള്ള ഹർഫായി മദ്മൂമൻ, മദ്മൂമായി. നമ്മൾ പറഞ്ഞു, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫായിലിനെ മബ്നിയുൽ ഫായിൽ ഉണ്ടാക്കിയപ്പോൾ അഥവാ മഅറൂഫായ രൂപങ്ങൾ പറഞ്ഞപ്പോൾ മുതഹരിക്ക് അങ്ങനെയാണ് വരുന്നത്, അവ്വൽ മുതഹരിക്ക് അങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉദാഹരണമായിട്ട് നഹ്വു ഉഫ്തുഇല എന്നാണ്. അവിടെ ആ ഫിഅൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തുടക്കത്തിലുള്ളത് സായിദയായിട്ടുള്ള അലിഫാൻ. അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ചേർത്തി വായിക്കുമ്പോൾ അത് പോവും, നമ്മളത് ചേർത്താതെ സെപ്പറേറ്റ് ആയിട്ട് വായിക്കുമ്പോൾ അതുണ്ടാവും. അതാണ് ആ അലിഫിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ അതിന് ശേഷമുള്ള
ഹർഫ് ഫാ ആണ്. ആ ഫാന് സുക്കൂനാണ്. സുക്കൂൻ ഒരു ഹർക്കത്തല്ല. എന്നാൽ അതിന് ശേഷമുള്ളത് താ ആണ്. ആ താഇന് ലൊമ്മാണ്. ലൊമ്മ് ഒരു ഹർക്കത്താണ്. അപ്പോൾ ആ ഫിഅലിലെ തുടക്കത്തിലുള്ള ഹർക്കത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ലൊമ്മാണ്. ഓക്കെ അതിൻ്റെ ഉഫ്തുഇല അതിത്തെ ആ അലിഫ് സായിദയാണ്. അതിൽ നമ്മൾ ചേർത്തി വായിക്കുമ്പോൾ പോവും. വാവ് ചേർത്തി വായിക്കുമ്പോൾ നമ്മളെങ്ങനെ വായിക്കും? വഫ്തുഇല എന്നാണ് വായിക്കുക. ഓക്കെ. പിന്നെ അപ്പോൾ ആദ്യത്തിലെ ഹർക്കത്തുള്ള അക്ഷരം ഏതാണ്? ത ആണ്. അതിൻ്റെ ഹർക്കത്ത് ഏതാണ്? ലൊമ്മു ആണ്. ഓക്കെ. ഉഫ്തുഇല അതുപോലെ ഉസ്തുഫ്ഇല എന്നുള്ളതും പോലെ അതിൽ സീന് സുക്കൂനാണ്. അതിന് ശേഷമുള്ള താ ആണ് ലൊമ്മായിട്ട് മദ്മൂമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഹംസത്തുൽ വസ്ലി. അപ്പോൾ തുടക്കത്തിലുള്ള ഹംസത്തുൽ വസ്ലി ഇഫ്തഅല എന്ന് പറഞ്ഞപ്പോൾ, ഇസ്തഫ്അല എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ തുടക്കത്തിലുള്ള ആ ഹംസത്തുൽ വസ്ലി തത്തബിഉ ഹാദൽ മദ്മൂമ ഫിൽ ലമ്മി. തത്തബിഉ ഹാദൽ മദ്മൂമ, ഈ ഒരു മദ്മൂമിനെ അഥവാ മദ്മൂമിനെ പിൻപറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മദ്മൂമിനെ പിൻപറ്റും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹർക്കത്ത് തന്നെയായിരിക്കും. അപ്പോൾ ലൊമ്മായിട്ടാണ് നമ്മളത് ഉച്ചരിക്കേണ്ടത് മബ്നിയുൽ മഫ്ഊൽ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം ഉഫ്തുഇല എന്നാണ് വായിക്കുക. അപ്പോൾ തുടക്കത്തിലുള്ള ആ ഹംസത്തുൽ വസിലിന് ഉ എന്നാണ് നമ്മളതിനെ ഉച്ചരിക്കേണ്ടത്. ഉഫ്തുഇല. ഓക്കെ. ഉസ്തുഫ്ഇല എന്നാണ് വായിക്കേണ്ടത്. എന്നാൽ അത് ചേർത്തി വായിക്കുമ്പോൾ അത് പോവും, അത് ഹർക്കത്ത് ഉച്ചരിക്കൂല എന്നൊക്കെ നമുക്ക് അറിയാം. ഓക്കെ. ചേർത്താതെ വായിക്കുന്ന അവസരത്തിലാണ് അതിന് ലൊമ്മ കൊടുത്തിട്ട് വായിക്കുക എന്ന് പറഞ്ഞത്. ഉഫ്തുഇല എന്നുള്ളതുപോലെ ഉസ്തുഫ്ഇല എന്നുള്ളതുപോലെ. അപ്പോൾ ആ ഹംസക്ക് ലൊമ്മാണ് കൊടുത്തിട്ടുള്ളത്. വമാ ഖബ്ല ആഖിരിഹി, അവസാനത്തിൻ്റെ മുന്നേയുള്ള ഹർഫ് ആവും. യകൂനു, ആ ഹർഫ് ആവും. മക്സൂറൻ, അത് കെസിറാവും. അബദൻ, അത് എപ്പോഴും കെസിറായിരിക്കും. തഖൂലു, നീ പറയും. നഹ്വു, അതിനുള്ള ഉദാഹരണം എന്താണ്? നുസിറ സെയ്ദുൻ. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് പറയാം. നുസിറ സെയ്ദുൻ, സെയ്ദ് സഹായിക്കപ്പെട്ടു. നുസിറ എന്നുള്ളത് എന്താണ്? മബ്നിയുൽ മഫ്ഊലാണല്ലോ, അഥവാ മജ്ഹൂലായിട്ടുള്ള ഫിഅലാണ്. നസറ എന്നുള്ളതിൻ്റെ മജ്ഹൂലായ രൂപമാണ് നുസിറ എന്നുള്ളത്. തുടക്കത്തിൽ ലൊമ്മ് വന്നിട്ടുണ്ട്. അതുപോലെ അവസാന അക്ഷരമായ റാ, ആ റാഇൻ്റെ മുന്നേയുള്ള അക്ഷരം സ്വാദ്, അതിന് കസറാണ്. അപ്പം നുസിറ അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ വസ്തുഖ്രിജ അൽമാലു, മുതൽ സമ്പത്ത് പുറപ്പെടുവിക്കപ്പെട്ടു. വസ്തുഖ്രിജ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഹർക്കത്ത് ഏതാ വരുന്നത്? നമ്മൾ പറഞ്ഞു ഹംസ ഒരിക്കലും വരില്ല, അത് സായിദയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സീനാണ്. ആ സീന് സുക്കൂനാണ്. സുക്കൂന് ഒരു ഹർക്കത്തല്ല. അത് കഴിഞ്ഞിട്ട് താ ആണ്. താഇന് ലൊമ്മാണ്. ലൊമ്മ് ഹർക്കത്താണ്. അപ്പോൾ തുടക്കത്തിൽ വരുന്ന ഹർക്കത്ത് ലൊമ്മാണ്. ഓക്കെ. ഇനി അവസാനത്തെ അക്ഷരം ജീമാണ്. അതിൻ്റെ മുന്നേയുള്ള അക്ഷരം റാവുമാണ്. അതിനേതാ ഹർക്കത്ത്? കസറാണ്. നമ്മൾ പറഞ്ഞു അങ്ങനെയായിരിക്കും ഉണ്ടാവുക. മബ്നിയുൽ മഫ്ഊൽ ഉണ്ടാക്കുമ്പോൾ അഥവാ മജ്ഹൂൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. അവസാനത്തതിൻ്റെ മുന്നിലുള്ള അക്ഷരം കസറായിരിക്കും. അപ്പോൾ റാഇന് ഇവിടെ കസറാണ്. ഉസ്തുഖ്രിജ എന്നാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യവും, മബ്നിയുൽ ഫാഇൽ എന്താണ്, മബ്നിയുൽ മഫ്ഊൽ എന്താണ്, മാദിയായിട്ടുള്ള ഫിഅലിൽ നിന്ന് അവകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് മുളാരിയായിട്ടുള്ള ഫിഅലിൻ്റെ മബ്നിയുൽ ഫാഇൽ, മബ്നിയുൽ മഫ്ഊൽ രൂപങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ചർച്ച ചെയ്യാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.